ഹായ് അഖിൽ, ഞാൻ ഗ്രീഷ്മ, ഞാൻ സൊല്ലിയാകണം നോക്കിട്ട് നീ അവളോ അഴക് ഞാൻ ഇങ്ങ ഇവളോ എവളോ അഴക പാത്രക്ക മാട്ടെങ്കിൽ ആൻഡ് ഐ ലവ് വിത്ത് യു. ഞാൻ ഭയങ്കര ഫാനായിരുന്നു. ഈ റൊമാൻറ്റിക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ സജസ്റ്റ് ചെയ്തൊക്കെ ആളാണ്. ആക്ച്വലി എൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളിക്കാരി. വീട്ടിലൊക്കെ കല്യാണ ആലോചനയൊക്കെ തുടങ്ങി. ഈ ഫ്രണ്ട്ഷിപ്പ് പോകുമെന്നുള്ള പേടി ഭയങ്കരമായിട്ട് ചുമ്മാ പറഞ്ഞു. ആദ്യമായിട്ടുള്ള ഒരാളോട് സംസാരിക്കുമുള്ള ഒരു ഗ്യാപ്പില്ലേ, അതില്ലെങ്കിൽ ഡീ നീ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് മെസ്സേജിന് വരുന്നത്. വേറെ ആർക്കെങ്കിലും ഞാൻ ചിലപ്പോൾ പറഞ്ഞാനേ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഡീ എന്ന് വിളിക്കുന്നത് വെച്ചാൽ പേര് വെച്ചിട്ട് അഡ്രസ് ചെയ്യാമല്ലോ. ഡീ എന്ന് വിളിക്കുന്നത് ഫസ്റ്റ് ടൈം സംസാരിച്ചാൽ കുറച്ച് തപ്പലുണ്ടായിരുന്നു. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. അവിടെ എന്തുണ്ട് ഏറ്റവും ഒരു സപ്പോർട്ടും എന്നെ ഹെൽപ്പ് ചെയ്തതും ഗ്രീഷ്മയാണ്. ഫിനാൻഷ്യലി ആയാലും അല്ലാതെ മെന്റൽ സപ്പോർട്ട് ആയാലും എന്തായാലും പെടണം. പിന്നെ അറിയുന്ന ഒരാളെ വെച്ച് കല്യാണം കഴിച്ച കുഴപ്പമില്ലല്ലോ. ഫ്രണ്ട്സായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് റൊമാൻസ് ട്രാക്കിലോട്ട് വരാൻ ഭയങ്കര പാടാണ്. അഭിനയിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഫസ്റ്റ് ഒരു പോസ്റ്റ് ആണെന്നല്ലേ ഒരു മെയിൻലി പുള്ളിക്കാരി ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഭയങ്കര വിഷമൊക്കെ 2 പരിപ്പോടെ മേടിച്ചിട്ട് പോയി കണ്ടപ്പോൾ എടുത്ത ഫോട്ടോ. ആ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ അന്ന് ശരിക്കും എന്താക്കിയെന്ന് എനിക്ക് ആദ്യമായിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ്. വെള്ളം ഇങ്ങനെ കൊണ്ടുതരും. പ്രൊഫഷന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എപ്പോഴും ഒരു സ്റ്റേബിൾ ഇൻകം തരുന്ന ഒരു ഫീൽഡ് അല്ല. കോവിഡ് കഴിഞ്ഞ ആ ഒരു സമയത്ത് ഒരുപാട് അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ സബ്ജക്റ്റ് പറയാനോ ഒരു പ്രൊഡക്ഷൻ മീറ്റിങ്ങിനൊക്കെ വരുന്നെങ്കിൽ എറണാകുളത്ത് ഭയങ്കര പൈസ ചിലവാണ്. ഞാൻ ആ സമയത്തൊക്കെ ഈ കലൂർ മെട്രോയുടെ താഴെ കിടന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 500 രൂപയും കൊണ്ട് ബാംഗ്ലൂർ പോയിട്ട് പോസ്റ്റ് ആയിരുന്നുണ്ട്. 500 കൊണ്ട് 5 ദിവസം സിനിമയിൽ പ്രൊഡക്ഷൻ ബോയ് ആയിട്ടാണ്, അതായത് ചായ എടുത്ത് കൊടുക്കാനും. ദുബായിൽ നല്ല ജോലിയായിരുന്നു. അത് ഉപേക്ഷിച്ചിട്ട് ഈ സിനിമയ്ക്ക് ഒരു ലഹരിയുണ്ട്. സിനിമ തരുന്നൊരു ലഹരി ഉണ്ടല്ലോ, ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടില്ല. ഞാനൊരു റൈറ്ററായിട്ട് എന്നെ അംഗീകരിച്ചിട്ട് ഫസ്റ്റ് അംഗീകരിക്കുന്ന മഞ്ജു ചേച്ചിയാണ്. കടപ്പാടുണ്ട് അവരുടെ അടുത്തൊക്കെ. ഈശ്വര വിശ്വാസിയൊന്നുമല്ല, ഞാൻ ഏത്തിസ്റ്റാണ്. ഇവരൊക്കെയാണ് എൻ്റെ ദൈവം. മഞ്ജു ചേച്ചി ആയാലും ബിനിഷേട്ടനായാലും അനീഷേട്ടനായാലും ഇവരൊക്കെയാണ് എൻ്റെ ദൈവം. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വെരി ഹാപ്പി കപ്പിൾ അഖിൽ വിദ്യാധർ ആൻഡ് ഗ്രീഷ്മ ബോസ്. അഖിൽ ചേട്ടാ, ഗ്രീഷ്മ, സ്വാഗതം. താങ്ക് യു. വളരെ ഹാപ്പി ആയിട്ട്, അതായത് നമ്മളിവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി രണ്ടുപേരും ഭയങ്കര ഹാപ്പി കപ്പിളാണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങനെ തന്നെ കൊടുത്തത്. അപ്പം എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. എങ്ങനെ തോന്നുന്നു ഇപ്പോൾ? കാരണം ഒരു എന്തായാലും ഒരു ലവ് മാരേജ് ആണ്. അപ്പോൾ ഒരു എൻഗേജ്മെന്റ് കഴിയുമ്പോഴത്തേനും ഓക്കെ ലൈസൻസ് ഒക്കെ കിട്ടി, അപ്പോൾ അങ്ങനെ ഒരു മൊമെന്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് ഒരു ഫീൽ ചെയ്യുന്നത്? ലൈസൻസ് കിട്ടിയത് വിചാരിച്ചു, പക്ഷെ കിട്ടിയിട്ടില്ല. ഫുള്ളായിട്ട് ലൈസൻസ് കിട്ടിയിട്ടില്ല. എന്നാലും ഒരു ഫംഗ്ഷൻ കഴിഞ്ഞതിന്റെ ഒരു സമാധാനമുണ്ട്. കല്യാണം കൂടെ ഒന്ന് കഴിയണം. ഓക്കെ. ഇപ്പൊ എല്ലാരും ഇവരിങ്ങനെ കപ്പിളായിട്ടിരിക്കുമ്പോഴത്തേനും എല്ലാവരുടെയും പ്രേക്ഷകർക്കൊക്കെ അറിയാനുള്ളൊരു കാര്യമാണ്. അപ്പൊ ഡയറക്റ്റിന് അതിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് സ്റ്റോറി എന്താണെന്ന് അറിയുന്നത് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ്. എനിക്കും ഉണ്ടത്. സ്റ്റോറി ഞാനാണ് ആദ്യം ഇൻസ്റ്റാഗ്രാം മെസ്സേജ്. ഞാൻ ഭയങ്കര ഫാനായിരുന്നു. ആണല്ലേ? ഞാൻ ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ പിന്നെ കാഷ്വലി ഞാൻ ഒരു മെസ്സേജ് അയച്ചതാണ്. ഹായ്, വീഡിയോ കാണാറുണ്ട്, അടിപൊളിയാണ്. എന്നിട്ട് പിന്നെ സജഷൻ പറഞ്ഞു തുടങ്ങി. അപ്പോൾ വീഡിയോ സജഷൻസ് അങ്ങനെ ചെയ്യാം. ഈ റൊമാൻറ്റിക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ സജസ്റ്റ് ചെയ്തൊക്കെ ആളാണ്. പുള്ളിക്കാരി അല്ലാതെ എപ്പോഴും അങ്ങനത്തെ ഒരു പരിപാടിയല്ലേ ചെയ്യുന്നത്. റൊമാൻറ്റിക് ആയിട്ടൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അതിനുശേഷം പിന്നെ ലുലുവിൽ വെച്ചിട്ട് ആക്സിഡൻ്റലി കണ്ടു. നമ്മൾ കണ്ടിട്ട് ഹായൊക്കെ പറഞ്ഞു. ഞാൻ ലുലു വെച്ച് കണ്ടപ്പോൾ തന്നെ നമ്പറിങ് മേടിച്ചു. അല്ലാതെ ഇൻസ്റ്റയിൽ അങ്ങനെ നമ്പറൊന്നും മേടിച്ചിട്ടില്ല. അല്ലാതെ നമ്പർ മേടിച്ചിട്ട് കാണാൻ പോലെ പിന്നെ കമ്പനിയായി. ആക്ച്വലി എൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളിക്കാരി. ഫ്രണ്ട്ഷിപ്പായി. വീട്ടിലൊക്കെ കല്യാണ ആലോചനയൊക്കെ തുടങ്ങി. ഈ ഫ്രണ്ട്ഷിപ്പ് പോകുമെന്നുള്ള പേടി ഭയങ്കരമായിട്ട്. എനിക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഗ്രീഷ്മ. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞു. അതായത് ഇപ്പോ നമുക്കിങ്ങനെ ഇപ്പൊ നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ എന്തായാലും ഇപ്പം അഖിൽ ചേട്ടനെ ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമല്ലോ, സജഷൻസ് അല്ലെങ്കിൽ ഹായ് ഒക്കെ പറഞ്ഞ് അയക്കും.
അപ്പോൾ ചിലപ്പോൾ എല്ലാവരും നമ്മൾ റിപ്ലൈ കൊടുത്തൊന്നും വരത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളോട് സജഷൻസ് പറയാൻ ഇവരാരാ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സജഷൻസ് എടുക്കണോ വേണ്ട, അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ വരുമല്ലോ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ സജഷനൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്താ അപ്പം തോന്നിയത്? എനിക്ക് ഫസ്റ്റ് ടൈം അക്കി ആദ്യമായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒത്തിരി ഫോളോവേഴ്സ് ഒന്നും ഇല്ല ഇൻസ്റ്റയിൽ. എനിക്ക് എന്തോ 50K താഴെ ഫോളോവേഴ്സൊക്കെ ഉള്ളു. അപ്പം അങ്ങനെ ഒത്തിരി മെസ്സേജസ് വരാറില്ല. അപ്പോൾ ഒരു മെസ്സേജ് വരുമ്പോൾ നമ്മൾ എന്തായാലും അത് ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്ത് എനിക്ക് അക്കി അതായത് ആദ്യമായിട്ടുള്ള ഒരാളോട് സംസാരിക്കുമ്പോഴുള്ള ഒരു ഗ്യാപ്പില്ലേ, അതില്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നീ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് മെസ്സേജിന് വരുന്നത്. അപ്പം എനിക്ക് തുടക്കം ഇയാളെന്ത് ഫസ്റ്റ് ഒരു ഡി എന്നൊക്കെ വിളിക്കുന്നത് അങ്ങനെയൊക്കെ തോന്നിയെങ്കിലും, പക്ഷെ പിന്നീട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരേപോലെയൊക്കെ ചിന്തിക്കുന്നവരാണ്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ കൂടുതൽ കമ്പനി ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആളുടെ സജഷൻസ് ഞാൻ എടുത്തു തുടങ്ങിയത്, കേട്ടു തുടങ്ങിയതൊക്കെ അതുകൊണ്ടാണ്. ആള് കുറച്ചുകൂടെ ജെന്യുവൻ ആയിട്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ അവിടെ ഭയങ്കര ജെന്യുവൻ ആയിട്ട് എനിക്കും തോന്നി. പക്ഷെ നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ അത്രയും ഒരു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നമ്മളൊന്ന് ഒരു കോൺഷ്യസ് ആവുമല്ലോ, പക്ഷെ ഇങ്ങനെയൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ കാരണം ഡീ എന്നൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഒഫൻഡഡ് ആവും എന്നൊക്കെ ഉള്ളൊരു. ഭീഷ്മയുടെ വീഡിയോസിൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തറിയാന്നുള്ള ഒരാളുടെ ഫീലാണ് അവള് ജനറേറ്റ് ചെയ്യുന്നത്. അയലത്തെ വീട്ടിലെ കുട്ടി. ഞാനതുകൊണ്ട് പറഞ്ഞു വരട്ടെ, ഇയാളെന്തിനാ ഡി വേറെ ആർക്കെങ്കിലും ഞാൻ ചിലപ്പോൾ പറഞ്ഞാനേ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഡി എന്ന് വിളിക്കുന്നത് വെച്ചാൽ പേര് വെച്ചിട്ട് അഡ്രസ് ചെയ്യാലോ. ഒരു പരിചയം ഇല്ലാത്ത രണ്ടാളുകളല്ലേ. പക്ഷെ എനിക്ക് അക്കിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ, കാരണം ഹാർഷായിട്ടല്ല, ഡി ഇങ്ങനെ ചെയ്യും, വോയിസ് മെസ്സേജ് ടൈപ്പ് അല്ലേ, അപ്പൊ ഡി ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരു മെസ്സേജ്. അപ്പൊ ഇങ്ങനെ തോന്നി ഇയാളെന്താ ഡി എന്ന് വിളിക്കുന്നത്. ഇതെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സജഷൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ട് ഇപ്പം ഗ്രീഷ്മ കൂടുതലും എന്താ പറയുക, ഇപ്പം നമ്മൾ കുറേ റിലേറ്റഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വീട്ടിലെ പൂച്ചകൾ, മറ്റേ ഓരോ ആനിമൽസിൻ്റേത്, അല്ലെങ്കിൽ വീട്ടിലെ അമ്മയും ഗ്രീഷ്മയും കൂടെ ഉള്ള കുറച്ച് കോണ്ടന്റുകൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് റൊമാൻസ് ഒക്കെ ചെയ്യാൻ പറയുമ്പോഴത്തേക്കിന് ഫസ്റ്റ് ഇതെന്തായിരുന്നു? റൊമാൻസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച എനിക്ക് കളിയാക്കലായിരിക്കും കേൾക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാലും ആളെൻ്റെ അടുത്ത് അങ്ങനെ പറയുമ്പോൾ എനിക്കൊന്നും ട്രൈ ചെയ്ത് നോക്കാണ്ടിരിക്കാനും തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു മാമന്റെ മോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് കൊണ്ടുവന്ന് ഒരു ക്യാരക്ടറിനെ ഞാനല്ലാത്ത രീതി അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവന്ന് അത് ചെയ്തു. അപ്പോൾ ആ പർട്ടിക്കുലർ ക്യാരക്ടർ റൊമാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത്. പക്ഷെ അത് അത്യാവശ്യം ആ വീഡിയോസ് ഒക്കെ നല്ല റീച്ച് പോയി. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യാറില്ല അത്, വല്ലപ്പോഴും ഇടയ്ക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സോങ്ങിന് ലിപ്സിങ് കൊടുത്തിട്ട് ചെയ്യും. അത് ആക്ച്വലി ആളുകൾക്ക് അത് ഇഷ്ടമാണ്. എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ചെയ്താണ്ട് ഇപ്പൊ കാണാറില്ലല്ലോ മാമന്റെ മോനെ കാണാറില്ല ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ സജഷൻസ് ഒക്കെ പറഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടാണ് നമ്മൾ ലുലു വെച്ച് ഒരു ദിവസം കണ്ടു എന്ന് പറഞ്ഞില്ലേ? അപ്പോഴായിരിക്കും സ്ഥിരം കാണുന്നത്. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അല്ല ഫസ്റ്റ് ടൈം കാണുമല്ലോ. അപ്പൊ ഇങ്ങനെ എന്തായാലും ആ എത്ര നാൾ സംസാരിച്ച ഒരാൾക്ക് നേരിട്ട് കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും കാണുമല്ലോ. അപ്പൊ അതെന്തായിരുന്നു? അപ്പൊ ആ ഒരു ടൈമിലും ഇപ്പൊ ഓഫ് കോഴ്സ് സംസാരിക്കുമല്ലോ, ഞാൻ പറഞ്ഞത് കണ്ടന്റ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ എന്തായാലും ഒരു കോൺവെർസേഷൻ കണ്ടപ്പോ അങ്ങനെ അധികം സംസാരിച്ചിട്ടില്ല. നമ്മൾ ഈ മെസ്സേജ് അയക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് കണ്ടാണോ? പ്ലാൻ ചെയ്തോണ്ടല്ലോ. അപ്പൊ ഈ പുള്ളിക്കാരി എവിടെ അയ്യോ അവൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഫസ്റ്റ് ടൈം സംസാരിച്ച കുറച്ച് തപ്പലുണ്ടായിരുന്നു. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. പെട്ടെന്ന് കണ്ടപ്പോ തീരെ പരിചയമില്ലാത്ത ഒരാൾ പരിചയപ്പെടാൻ വരുന്ന ആ കൂട്ടം അന്ന് സംസാരിച്ചു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അന്ന് ഇടപഴകാൻ പറ്റിയില്ല. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ഫോൺ ത്രൂ ഒക്കെ സംസാരിച്ചാണ് പിന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനി ആവുന്നത്. ഞാനിപ്പോ ഇങ്ങനെ മനസ്സിലായി ആ രംഗം അല്ലെങ്കിൽ പിന്നെന്തുകൊണ്ട് അവിടെ എന്തുണ്ട് അങ്ങനെയൊക്കെ തന്നെ അല്ലേ? കാരണം ഗ്രീഷ്മയുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു മാനറിസം മനസ്സിലാവും. എന്തുണ്ട് സുഖം അവിടുത്തെ പോലെ തന്നെ ഇവിടെ. പ്ലാൻ അല്ലാതെ കാണുമ്പോൾ പ്രശ്നം അതാണ്. ഇപ്പൊ നമുക്ക് പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നല്ല രീതിയിൽ അപ്പൊ നമുക്ക് എങ്ങനെ പോകാലോ. ഞാനെന്തോ ഒരു ചെറിയൊരു ഷോർട്സും ആളുടെ വീട് ലുലുവിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പുള്ളി എപ്പോഴും വീട്ടിൽ ഇരിക്കുന്ന കോലത്തിലായിരിക്കും ഞാൻ പോകുന്നത്. അയ്യോ ഈ കോലത്തിലാണല്ലോ ഞാൻ വന്നത്. ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായിരുന്നു എന്റെ പ്രശ്നം. പുള്ളിക്കാരി പക്ക ഇൻട്രോട്ട് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. അപ്പൊ എനിക്കും അങ്ങനെ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വഭാവം ആരും അറിയുന്നില്ല. നേരിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബാക്ക്വേർട്ട് നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിയും. പക്ഷെ പിന്നീടുള്ള മീറ്റിംഗ്സ് ഒക്കെ കുഴപ്പമുണ്ടായില്ല. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുറേ മീറ്റ് ചെയ്ത് നല്ല കട്ട ഫ്രണ്ട്സായി ആ ഒരു ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഷീസ് ദ വൺ അല്ലെങ്കിൽ ഹീസ് ദ വൺ, നമുക്ക് ഓക്കെ ഒന്ന് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറായിട്ട് കൂടെ കൂട്ടാന്നുള്ളൊരു പോയിന്റ് തോന്നുമല്ലോ. അതെപ്പോഴായിരുന്നു ആ ഒരു അങ്ങനെ തോന്നിയത്? ഇത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിലിം ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടും എന്നെ ഹെൽപ്പ് ചെയ്തതും ഗ്രീഷ്മയാണ്. അപ്പോൾ ഫിനാൻഷ്യലി ആയാലും അല്ലാതെ മെൻ്റൽ സപ്പോർട്ടായാലും. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായിരിക്കും. അങ്ങനെയാണ് ഏറ്റവും അടുത്ത ഫ്രണ്ട്സായത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായാലും, ഇപ്പം സെറ്റിൽ വെച്ചിട്ടായാലും എന്തെങ്കിലും ഒരു ഇൻസൾട്ട് ഉണ്ടായാലും ഒരു വിഷമം ഉണ്ടായാലും ഞാൻ ഫസ്റ്റ് അവളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഒരു കല്യാണാലോചനയൊക്കെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ആരും നോക്ക് പെണ്ണ് കാണും എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഏതോ ഒരു കല്യാണം ഇങ്ങനെ ഉറപ്പിക്കാനായിട്ടൊക്കെ ഒരു തീരുമാനമായപ്പോൾ അയ്യോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മിസ്സായി പോകരുത്. ഇതുപോലെ എനിക്ക് പണ്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കോളേജ് പഠിച്ച സമയത്ത് അഞ്ചു എന്ന് പറഞ്ഞിട്ട് നല്ല ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ പിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ സങ്കടമായി ഭയങ്കരമായിട്ട്. ഞാൻ ചുമ്മാ ചോദിച്ചു, നമുക്ക് എന്തായാലും ഒരാളെ കല്യാണം കഴിക്കണം, നമുക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്തായാലും പെടണം. പിന്നെ അതെ, അറിയുന്ന ഒരാളെ വെച്ച് കല്യാണം കഴിച്ച കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ ആദ്യമായിട്ട് ഇപ്പൊ അഖിൽ ചേട്ടനായിരിക്കും പറഞ്ഞല്ലേ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞത്. അപ്പം എന്തായിരുന്നു ആ ഒരു ഫസ്റ്റ് റിയാക്ഷൻ? അല്ല, ഞാനങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു പറഞ്ഞില്ല. ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. കാരണം അല്ല, എനിക്കിഷ്ടക്കുറവൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ വീട്ടിലും കൂടെ ഒന്ന് ഒക്കെ സംസാരിക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. ബട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. പക്ഷെ ആ സമയത്ത് ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടായി വീട്ടില്. ബട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കിപ്പിച്ചു. അതിന് ശേഷമാണ് ഞാൻ ഓക്കെ, ഇനി ഞാനിവിടെ പറഞ്ഞ് വീട്ടിൽ ഇനി സംസാരിച്ച് അവിടെ സമ്മതിച്ചില്ലെങ്കിൽ അവിടെയും പ്രശ്നം ഇവിടെയും പ്രശ്നം. ആദ്യം ഞാൻ വീട്ടിൽ അമ്മയുടെ അടുത്തൊന്ന് സൂചിപ്പിച്ച് അവിടെ നിന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് സോൾവ് ചെയ്ത് അതിനുശേഷമാണ് ഞാൻ ഓക്കെ നോക്കാം പ്രൊസീഡ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞത്. അഖിൽ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേന് റെസ്പോൺസസ് ഒക്കെ? ആള് പറയുന്നത് തന്നെയാണ് നമ്മുടെ കോളാണ് ഫൈനൽ കോള്. ഓക്കെ, ഈ നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ പ്രപ്പോസ് ചെയ്തു, അപ്പോൾ എന്തായാലും ഒരു റൊമാൻറ്റിക്, നിങ്ങൾ രണ്ടുപേരും എന്തായാലും കുറെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അത്ര റൊമാൻറ്റിക് ആയിട്ടായിരിക്കും പ്രപ്പോസ് ചെയ്തില്ല? അല്ല അല്ല അല്ല, ഞങ്ങൾ റൊമാൻറ്റിക് കപ്പിൾസ് അങ്ങനത്തെ ഇതല്ല. നമ്മളിപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ്. നമുക്ക് ആ ഒരു ട്രാക്കിലൊക്കെ വരാൻ കുറച്ച് പാടാണ്. ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് റൊമാൻസ് ട്രാക്കിലോട്ട് വരാൻ ഭയങ്കര പാടാണ്. അഭിനയിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ റൊമാൻസ് ഞങ്ങൾക്കിടയിൽ കുറവാണ്, വല്ലപ്പോഴൊക്കെ സംഭവിക്കാറുള്ളൂ. ഓക്കെ, ഞാനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ കുറേ പോസ്റ്റുകൾ ഇങ്ങനെ നിങ്ങളെ പറ്റി റിസർച്ച് ചെയ്തപ്പോൾ കുറേ പോസ്റ്റുകൾ ഇങ്ങനെ കണ്ടേ. അപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം. അപ്പോൾ എനിക്കതിൻ്റെ ഒരു നിങ്ങൾ എന്താണ് ആ പോസ്റ്റ് ഇടാൻ കാരണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു പോസ്റ്റ് ഇതിന് ഫസ്റ്റ് ഒരു പോസ്റ്റാണെന്നല്ലേ, ഒരു മെയിൻലി ഗ്രീഷ്മയുടെ എന്തെങ്കിലും യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ബ്രേവസ്റ്റ് വുമൺ ഐ ഹാവ് എവർ സീൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഉണ്ട്. അത് ഫുൾ വായിക്കണം ഞാൻ. ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് പുള്ളിക്കാരിക്ക് സോഷ്യൽ മീഡിയ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര ഡൗൺ ആയിപ്പോയി, ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അന്ന് ഞാൻ 2 പരിപ്പൂടെ മേടിച്ചിട്ട് പോയി കണ്ടപ്പോൾ പരിപ്പൂടെ വാങ്ങിച്ചിട്ട് കാണാൻ വന്ന സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണത്. അപ്പിട്ട ക്യാപ്ഷനാണത് അല്ലേ? അത് വായിച്ചപ്പം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അതായത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തിനൊപ്പം കൂടെ നിൽക്കുന്ന 2 ആളുകളാണെന്ന് എനിക്ക് തോന്നി. ഗ്രീഷ്മയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേനും ബാക്കി ആരും കൂടെ ഒന്നിലും ഞാനുണ്ടെന്നുള്ളൊരു, ഞാനും എൻ്റെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് ഇവിടെയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മയും കൂടെയാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് പേടിയാണ്. ഇപ്പം ഞാൻ ഞാൻ ഈ നിൽക്കുന്ന ഫീൽഡിൽ ഞാൻ ചിലപ്പോൾ കുറച്ചൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നേക്കും. ഞാൻ എന്തെങ്കിലും ഒരു സോഷ്യലി റെലവൻ്റ് ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുകയോ ഇപ്പോൾ വേറൊരാളിപ്പോൾ എനിക്കിപ്പോൾ ഒരു ട്രോൾ ചെയ്യുകയാണെങ്കിലോ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാം. ആ ഇഷ്യൂസ് ഞാനിപ്പോൾ അമ്മയുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് പേടിയാണ്. പക്ഷെ അത് ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ ആളെ എൻ്റെ കൂടെ നിൽക്കുള്ളൂ, എന്നെ സപ്പോർട്ട് ആയിട്ടേ നിൽക്കുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ. മെയിൻലി നെഗറ്റീവ് കമൻസ് ആണ്. ഇപ്പം ഇതിപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ കാണാം, ഇതൊക്കെ ആരാ, ഇവരൊക്കെ ആരാ. അവളുടെ അമ്മയ്ക്ക് അതൊക്കെ സങ്കടം ഉണ്ടാവും. ഇവളുടെ അമ്മ എല്ലാ കമന്റ്സും വായിക്കുന്നതാണ്. ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാ കമന്റ്സും പുള്ളിക്കാരി ഫോളോ ചെയ്യും. എന്നിട്ട് മേ ബി ചില നെഗറ്റീവ് കമന്റ്സ് ഒക്കെ അമ്മയായിരിക്കും അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ അവർക്ക് സങ്കടമാവും. നമുക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, പക്ഷെ അവർക്കൊക്കെ പെട്ടെന്ന് സങ്കടമാവില്ല. ഈ നോർമലി ഇങ്ങനെ ഡേറ്റ് ചെയ്യാൻ പോകുന്നവരും ഇങ്ങനെ കാണാൻ പോകുന്നവരൊക്കെ ഒരു വലിയ വലിയ കഫേസിലൊക്കെ പോയിട്ട് മറ്റേ ഷേക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ നോക്കുമ്പോഴത്തേന് പറഞ്ഞില്ല, ഞാൻ നോക്കുമ്പോഴത്തേന് ഞാൻ ഒരു പരിപ്പൂടെ ചായ വാങ്ങിച്ചു ചെലവില്ല എനിക്ക്, വലിയ ചെലവില്ല. ഇങ്ങനെ മറ്റേ വളരെ ലളിതമായിട്ട് ഡേറ്റ് ചെയ്യുന്നത് അല്ലേ? അടുത്തൊരു പോസ്റ്റേ, ഇത് ഇത് ഇതുപോലെ ഇപ്പം ഗിരീഷ് എന്നുള്ളൊരു പേരുണ്ടല്ലേ? ഗിരീഷൻ ഞാൻ വിളിക്കുന്ന പേരാണ്. ആണല്ലേ? അതെപ്പോഴാണ് അങ്ങനെ വിളിച്ചു തുടങ്ങിയത്? ഗ്രീഷ്മ എന്നുള്ളത് ഗ്രീഷ നമുക്ക് വിളിച്ചാൽ കുറെ കൂടെ ഒരു ഏകദേശം തുടക്കത്തില് ഗിരീഷ് തന്നെയാണ് വിളിക്കുന്നത്. ഗിരീഷൻ തന്നെയാണ് വിളിക്കുന്നത്. അത് തിരിച്ചപ്പോ എന്താ വിളിക്കുന്നത്? ഞാൻ അക്കീന്ന് വിളിക്കുക. അക്കീന്ന് വിളിക്കുക. സ്റ്റേഫൻ ഞാൻ ഏട്ടോ ഞാൻ അക്കീന്ന് വിളിക്കാറ്. മിക്കപ്പോൾ അക്കി തന്നെ വിളിക്കാറ്. ഓക്കെ, ഇപ്പം ഈ ഒരു ഒഫീഷ്യലി മൈൻഡ് എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട്. അപ്പം ആ ദിവസം ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേന് കൂടുതലും ഗ്രീഷ്മ ഇങ്ങനെയുള്ള ഡ്രസ്സുകളിലൊക്കെയാണ് വരാറുള്ളത്. നോർമലി ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇതൊന്നും ആ ദിവസമായിരിക്കും അല്ലേ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് റെഡി ആയിട്ട് ചന്ദ്രക്കുറിയൊക്കെ തൊട്ടിട്ട്? പെണ്ണ് കാണലാണ്. പിന്നെ ആളുടെ വീട്ടുകാരും ഉണ്ടെന്ന് വന്നായിരുന്നു. അപ്പൊ പിന്നെ സ്ഥായി ഭാവത്തിൽ നിന്നൊന്ന് മാറാന്ന് വിചാരിച്ച് കുറച്ചൊന്ന് ട്രഡീഷണൽ ആയതാണ് അന്നത്തെ ദിവസം. ആളുടെ ഫാമിലി എന്നൊക്കെ വരല്ലേ, അതുകൊണ്ട് ആ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഉണ്ട്. കാരണം നമ്മള് ഡെയിലി കാണുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിരുന്നാൽ പോലും മറ്റേ ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേനും മറ്റേ കാരണവന്മാരാണ് കൂട്ടിരിക്കുന്നത്. അന്ന് ശരിക്കും അക്കീനെ എനിക്ക് ആദ്യമായിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. വീട്ടുകാരായിട്ടാണ് സംസാരിച്ചേക്കുന്നത്. ഞങ്ങളിങ്ങനെ ഭയങ്കര ഡിസ്റ്റൻസ് പരിചയമില്ലാത്ത ആദ്യം കണ്ടില്ലേ, ആ ഫീൽ ആയിരുന്നു. അതുപോലെ നിൽക്കുക. ഞാൻ ഇങ്ങനെ ചായ വെള്ളം ഇങ്ങനെ കൊണ്ടുതരും. ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ രസമാണ്, നമുക്ക് അത് ഫേസ് ചെയ്യുമ്പോഴേ നമുക്ക് എത്ര പരിചയമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ പെണ്ണുകാണൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് കുറച്ച് പ്രശ്നമാണ്. ഒന്നാമത് ഇപ്പൊ ഞാനിങ്ങനെ ചെല്ലുമ്പോൾ ഇവരുടെ വീട്ടുകാരൊക്കെ എന്നെയാണ് ഫോക്കസ്. അതാലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വേറെ വലിയ വരും. അങ്ങനെ ഇപ്പൊ അന്നത്തെ ദിവസം ഇപ്പൊ നമ്മൾ നോർമലി ബിഹേവ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കാണുമല്ലോ നമ്മുടേതായിട്ടുള്ള. പക്ഷെ ആ സമയത്ത് നമ്മൾ കുറെ കോൺഷ്യസ് ആവും. നമ്മളത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പെരുമാറണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്തു. ഞാനും പുള്ളിക്കാരി സംസാരിക്കുന്നത് ഭയങ്കര ഫണ്ണി ആയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് കളിയാക്കും ഇങ്ങോട്ട് കളിയാക്കും. ഫ്രണ്ട്സ് അങ്ങനെയാണോ ആ പരിപാടിയാണ്. പക്ഷെ അന്ന് കുറച്ചൊക്കെ അന്ന് ഞങ്ങള് തന്നെ ഇങ്ങനെ ഞങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക. സംസാരിച്ചോണ്ടിരിക്കുമ്പോ പോടാന്ന് പെട്ടെന്ന് അതന്ന് എന്നിട്ട് പോലും എന്റെ ഫാമിലിയിൽ അത് നോട്ട് ചെയ്ത കുറച്ച് പേരുണ്ട്. എന്നിട്ട് ഇവര് പോയി കഴിഞ്ഞപ്പോ ചോദിച്ചു, ഇവര് ഭയങ്കര കമ്പനിയാണ് കേട്ടോ രണ്ടുപേരും, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. ഞങ്ങള് മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കി, എന്നിട്ടും ശരിയായില്ല. എനിക്ക് തോന്നുന്നു മറ്റേ ഇവര് ലവ് മാരേജ് എന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും. പക്ഷെ കുറച്ച് റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവര് വീണ്ടും സംസാരമൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ കൂടുതലായിട്ട് ഇപ്പൊ ഞാൻ നേരിട്ടേക്കുന്ന പ്രശ്നം വെച്ചാൽ ആളുടെ പ്രൊഫഷന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആളെ ഇപ്പൊ കല്യാണം കഴിക്കുന്നതിലൊന്നും വേറെ പ്രശ്നം. സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എപ്പോഴും ഒരു സ്റ്റേബിൾ ഇൻകം തരുന്ന ഒരു ഫീൽഡ് അല്ല. അതുകൊണ്ട് വരുന്ന ചില ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും എൻ്റെ അച്ഛനമ്മയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്ക് കെട്ടിച്ചു തരാൻ റെഡിയാണ്. പുള്ളിക്കാരി അച്ഛനമ്മയും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അമ്മയോട് ആദ്യം പറഞ്ഞപ്പോഴും അമ്മ ആദ്യം ഞെട്ടിയത് ജോബ് എന്നുള്ളൊരു വീട്ടിലിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉണ്ടായാലും ജോബ് റിലേറ്റഡ് ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും എനിക്ക് നിങ്ങൾക്ക് കുറെ കൂടെ കണക്റ്റഡ് ആവാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫീൽഡ് ആയിരിക്കും. കാരണം ചേട്ടനും സിനിമ ഫോക്കസ് ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ ഇവിടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ നേരിടുന്ന ക്വസ്റ്റ്യൻസ് ഒരുപോലെ ആയിരിക്കാം, ഒരു സിറ്റുവേഷൻസ് ഒരുപോലെ ആയിരിക്കാം. എന്ത് രക്ഷപ്പെടും എന്നുള്ളൊരു ചോദ്യം അതൊക്കെ ആയിരിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ചേട്ടൻ ആദ്യം ആക്ടിങ് ആയിരിക്കും ഒരു പാഷനായിട്ട് ഉണ്ടായിരുന്നല്ലേ പണ്ട്? ആക്ടിങ് ആയിരുന്നു. കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ആക്ടിങ് ആയിരുന്നു ഭയങ്കര ആഗ്രഹം. പിന്നെ അതിനുശേഷം ആ പരിപാടി നടക്കത്തില്ല എന്ന് മനസ്സിലായി 2016 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡയറക്ഷനിലോട്ട് മാറി. പിന്നെ ആ സമയത്ത് കുറെ പടമൊക്കെ അസിസ്റ്റൻ്റായിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വിദേശത്ത് പോവേണ്ടി വന്നു. എനിക്ക് ആ സമയത്ത് ഒരു അഫെയർ ഉണ്ടായിരുന്നു. അത് ആയിട്ട് ഞാനിങ്ങനെ വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ എന്നെ ആരും പരിചയം ഇല്ലാത്ത പോലെ ആൾക്കാർക്കൊക്കെ. കാരണം നമ്മളൊന്ന് ഒരു ഗ്യാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫീൽഡിൽ നിൽക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ആ ഒരു കോവിഡ് കഴിഞ്ഞ ആ ഒരു സമയത്ത് ഒരുപാട് അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഗോഡ് ഫാദേഴ്സോ അല്ലെങ്കിൽ കൊണ്ടുപോകാനൊന്നും ആരും ഇല്ലായിരുന്നു ആ സമയത്തൊക്കെ. എൻ്റെ നാട് ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ സബ്ജക്റ്റ് പറയാനോ ഒരു പ്രൊഡക്ഷൻ മീറ്റിങ്ങിനൊക്കെ വരുന്നെങ്കിൽ എറണാകുളത്ത് ഭയങ്കര പൈസ ചിലവാണ്.
ഞാൻ ആ സമയത്തൊക്കെ ഈ കലൂർ മെട്രോയുടെ താഴെ കിടന്ന് ഇറങ്ങിയിട്ടുണ്ട്. മെട്രോ പില്ലറിൻ്റെ താഴെ കണ്ടല്ലോ. പൈസ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരെ കാണുമ്പോൾ ചെന്നൈയിലായാലും ഇപ്പം ഒരു പ്രൊഡ്യൂസർ പറയാം ആ ചെന്നൈയിലേക്ക് പോകാം നമുക്ക് അതേക്കാം. ഞാൻ ഒരു 500 രൂപയും കൊണ്ട് ബാംഗ്ലൂർ പോയിട്ട് പോസ്റ്റ് ആയിരുന്നുണ്ട്. 500 രൂപ കൊണ്ട് 5 ദിവസം എന്നാലോചിച്ച് നോക്കി. ആ ഒരു അവസ്ഥയൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആ ടൈമിലൊക്കെ. പിന്നെ അതിനുശേഷമാണ് ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന ടീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഞ്ജു വാര്യർക്ക് ഉൾപ്പെടുന്ന ആ ഒരു ടീമിനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ പ്രൊഡക്ഷൻ ബോയ് ആയിട്ടാണ്. അതായത് ചായ എടുത്ത് കൊടുക്കാനും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അരുൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചാൽ ഒരു വർക്ക് ഉണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ അവൻ പറഞ്ഞു ആ കുഴപ്പമില്ല ഞാൻ വരാടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എടാ ഈ ചായ കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ് അപ്പം നീ വരുമോ. അപ്പോൾ അവനറിയാം ഞാൻ ഓൾറെഡി അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ, എനിക്ക് ഈ സിനിമയ്ക്ക് ഒരു ലഹരിയുണ്ട്. അത് എനിക്ക് വേറെ ഏത് ജോലി ചെയ്താലും കിട്ടത്തില്ല. എനിക്ക് ദുബായിൽ നല്ല ജോലിയായിരുന്നു. ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ തരുന്നൊരു ലഹരി ഉണ്ടല്ലോ, ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടില്ല. അങ്ങനെ ഞാൻ വന്നു ആ വർക്കിൽ ഞാൻ ഇങ്ങനെ ചായ കൊടുത്തു. അസോസിയേറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഞാൻ വന്നിട്ട് ചായ കൊടുപ്പ് ആ പരിപാടിയൊക്കെ ആയിരുന്നു. ആ സമയത്താണ് ഞാൻ ഇപ്പോൾ എൻ്റെ ബോസായിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ പരിചയപ്പെടുന്നത്. ഞാൻ ചുമ്മാ ഒന്ന് പുള്ളിയോട് പറഞ്ഞാണ് ചേട്ടാ ഞാൻ അസോസിയേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, ഡയറക്ഷനാണ് പരിപാടി. അപ്പോൾ പുള്ളിക്കാരൻ അത് ഭയങ്കരമായിട്ട് ഫീലായി. ഒരു അസോസിയേറ്റ് ആയിട്ട് നിന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ചായ കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് ആ ഒരു വർക്ക് മാത്രമേ പുള്ളി അങ്ങനെ ലോ ഗ്രേഡിൽ എന്നെ വർക്ക് ചെയ്യിപ്പിച്ചുള്ളൂ. അതിനുശേഷം പിന്നെ പുള്ളി എന്നെ കൂടെ കൂട്ടി. അതിനുശേഷം ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ. ജിതിൻ എന്ന് പറയുന്നത്, പിന്നെ മഞ്ജുവേച്ചിയുടെ കൂടെയുള്ള ബിനീഷ് ചേട്ടനൊക്കെ ഒരുപാട്. ആക്ച്വലി ഞാനൊരു റൈറ്ററായിട്ട് എന്നെ അംഗീകരിച്ചിട്ട് ഫസ്റ്റ് അംഗീകരിക്കുന്നത് മഞ്ജുവേച്ചിയാണ്. മഞ്ജുവേച്ചിട്ടാണ് ഞാൻ ഈ ടീമിൽ വന്നതിന് ശേഷം ഞാൻ ഒരു സബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയത്. റൈറ്ററായിട്ട് നമ്മുടെ ടീമിൽ ആദ്യമായിട്ട് അംഗീകരിക്കുന്നത് മഞ്ജുവേച്ചി. എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് അവരുടെ അടുത്തൊക്കെ. കാരണം അത്രയും ലോ ഗ്രേഡിൽ നിന്ന് എന്നെ ഇത്രയും പൊക്കി എടുത്തുകൊണ്ട് വന്നിരുന്ന അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ചുരുക്കം ഫ്രണ്ട്സേ ഉള്ളൂ. ഈ ചുരുക്കം ഫ്രണ്ട്സിൽ ഇവരൊക്കെ തരുന്നൊരു സപ്പോർട്ടുണ്ടല്ലോ, ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റും. ഇപ്പോൾ ഗ്രീഷ്മയായാലും ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. നമുക്ക് നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറി വരുവാണെങ്കിൽ കുറേ ഹെൽപ്പ് വേണം ആൾക്കാരുടെയൊക്കെ. അങ്ങനെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മളെ ഫോക്കസ് മാറിപ്പോവും പലപ്പോഴും. ആ ഫോക്കസൊക്കെ ഒരു ട്രാക്കിലേക്കൊക്കെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും നല്ല നല്ല ഉപദേശം തരുന്ന ഒരു വ്യക്തിയുണ്ട്, അഗ്നിവേഷ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ ഫിനാൻസ് കൺട്രോളറാണ്. പുള്ളിയുടെ അടുത്ത് ഒരു 10 മിനിറ്റ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ ലൈഫിൽ മുന്നേറി പോകണം. മോട്ടിവേഷൻ ഒരു ഫാക്ടറാണ് ഇതിൽ. നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകും കുറച്ച് ഓടുമ്പോൾ. അപ്പോൾ ഒരു ഫ്യൂവൽ നമുക്ക് കിട്ടണമല്ലോ. ഭീഷ്മയായാലും സപ്പോർട്ട്. ഇപ്പോൾ ഒരാടുത്ത് പോയി ഞാൻ കഥ പറഞ്ഞു. ആക്ച്വലി പ്രൊഡ്യൂസറിൻ്റെ അടുത്തും അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ കഥ പറഞ്ഞ് മെനക്കെട് പരിപാടിയാണ്. അപ്പം അങ്ങനെ പോകുന്നു, കഥ പറയുന്നു. അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയും അത് അടിപൊളി പരിപാടി നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം. അത് ഫേക്ക് പരിപാടിയാണ്. അപ്പം അങ്ങനെ വിഷമിച്ചൊക്കെ ഇരുന്ന് ഡൗൺ ആയിപ്പോകും നമ്മൾ പെട്ടെന്ന്. അപ്പോൾ ഭീഷ്മയായാലും അതെന്താ പോട്ടെ പുള്ളിയുള്ളൂ മലയാളത്തിൽ, വേറെ ആൾക്കാരില്ല, അങ്ങനെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സിമ്ര ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവരാണ് എന്നെ നിലനിർത്തുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മേ ബി ഞാനിത് കാണത്തില്ലായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയ ആളാണ്. ചില മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ലൈഫ് ഞാൻ ഈശ്വര വിശ്വാസിയൊന്നുമല്ല, ഞാൻ ഏത്തിസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഇവരൊക്കെയാണ് എൻ്റെ ദൈവം. മഞ്ജുച്ചിയായാലും ബിനീഷ് ചേട്ടനായാലും അനീഷ് ചേട്ടനായാലും ഇവരൊക്കെയാണ് എൻ്റെ ദൈവം. എനിക്ക് ഭയങ്കര ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരാണ്. ഇതൊന്നും എൻ്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരുമല്ല. പക്ഷെ എനിക്കൊരു കൂടപ്പിറപ്പിനെ പോലെ നമുക്ക് വളരെ ചുരുക്കം ചില സുഹൃത്തുക്കളെ കാണുള്ളൂ നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നു ജിതിനെയൊക്കെ താങ്കൾക്ക് അറിയാമോ. എൻ്റെ അടുത്ത് ഭക്ഷണം കഴിച്ചോടാന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരേ ഒരു സുഹൃത്ത് ജിതിൻ മാത്രം. അത് എല്ലാവർക്കും കിട്ടില്ല. അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഫീലാണ്. ഇപ്പോൾ താങ്കൾ ഭക്ഷണം കഴിച്ചോന്ന് അമ്മയ്ക്ക് ചോദിക്കാം, അച്ഛന് ചോദിക്കാം. അതൊരു ഫ്രണ്ട് ചോദിക്കുന്നെങ്കിൽ ആ ഫ്രണ്ട്സ് അത്രയും വാല്യൂ നമുക്ക് തരുന്നു എന്നാണ് എൻ്റെ മീനിങ്. ഇപ്പൊ പറഞ്ഞതിൽ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇപ്പം ഡയറക്ഷന് അല്ലെങ്കിൽ ആക്ടിങ് ഒക്കെ പാഷനായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പൊസിഷനിലൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ പോകുമെന്നുള്ളത് ഡൗട്ടായിരിക്കും. അപ്പൊ ചേട്ടൻ ആ ഒരു എന്താ വെച്ചാൽ എന്തിലേക്ക് ആയിക്കോട്ടെ. ഞാൻ അന്ന് ഇപ്പോൾ ജാട കാണിച്ചു, ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തല്ലേ,
ഞാൻ എന്തിനാണ് വരുന്നത് എന്നാൽ അവരോട് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കില്ലായിരുന്നു. ഈവൻ ഞാൻ ഗ്രീഷ്മയെ പോലും പരിചയപ്പെടില്ലായിരുന്നു. അപ്പം നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്. എനിക്ക് സിനിമയാണ് ഇഷ്ടം, സിനിമയാണ് താല്പര്യം. 2016 തൊട്ട് ഇതിൻ്റെ പുറകെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു താല്പര്യം ചെറിയ താല്പര്യമല്ല. എനിക്ക് വീട്ടിലൊക്കെ ഭയങ്കര ഒപ്പോസ്. എനിക്ക് ആക്ച്വലി നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ജോലിയും കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ അതെല്ലാം കളഞ്ഞിട്ട് ഞാനിതിൽ വന്നിട്ടുള്ളത് ഇതിനോട് അത്രയും പാഷനുണ്ട്. ഓക്കെ. ഗ്രീഷ്മ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അളിയ വൈകിട്ട് എന്താ പരിപാടി എന്നുള്ളത്? എന്താ ചോദിക്കാൻ കാരണം അറിയോ? ഞാൻ കണ്ടു ഒരു ഷോർട്ട് ഫിലിം അളിയ വൈകിട്ട് എന്താ പരിപാടി. അത് തുടക്കം ആദ്യത്തിൽ ഗ്രീഷ്മ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അഭിനയിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ ചെയ്ത ചുമ്മാ ചെയ്ത സംഭവങ്ങളാണ്. അതിനുശേഷമൊക്കെയാണ് ഞാൻ ആക്ച്വലി ദുബായിൽ പോയിട്ടൊരു ഡിപ്ലോമ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതാണ് ഫിലിം മേക്കിങ്ങിൽ. അപ്പോൾ അതിനുശേഷമൊക്കെയാണ് അപ്പോഴൊക്കെ നമുക്ക് കുറച്ചുകൂടി പഠിക്കുമ്പോഴേ നമുക്ക് സിനിമയെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. സിനിമയോടുള്ള എൻ്റെ വികാരം ഭയങ്കര ഭ്രാന്തമാണെന്ന് നമ്മൾ പറയണ്ട. എപ്പം നോക്കിയാലും സിനിമ അറിയാം. അത് കളിക്ക് പറയുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ദിവസം മിനിമം ഒരു സിനിമകളും കാണും. അപ്പോൾ എനിക്ക് നെറ്റ്ഫ്ലിക്സ് എല്ലാ പ്ലാറ്റ്ഫോംസും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഞാൻ കാണും. ചിലപ്പോൾ സംസാരിച്ചിട്ട് ഇപ്പോൾ നൈറ്റ് ആയിരിക്കും നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരു സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പതിയെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, എടാ ഞാൻ ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ വിളിക്കാം കേട്ടോ, മനസ്സിലാവും. അങ്ങനെയൊക്കെ കണ്ടോണ്ടിരുന്ന സമയത്തായിരിക്കും പുള്ളിക്കാരി വിളിക്കുന്നത്. അങ്ങനത്തെ ഞാൻ വിചാരിക്കും 12 മണിക്കൊക്കെ ആരും വരുന്ന വീട്ടിലോട്ട് ഇനിയിപ്പോ വേണ്ടല്ലോ, ഇനി വിശ്വസിക്കില്ല. ഞാൻ എന്ത് പറയാനും വിശ്വസിപ്പിക്കാൻ എനിക്കറിയാം. രാത്രി 12 ഞാൻ വന്ന ആളെ വിളിക്കും, വീഡിയോ കോൾ ചെയ്യാൻ പറയാം. 12 മണിക്ക് അങ്ങനെ ടോക്കൊന്നുമില്ല. 12 മണിക്ക് ടോക്ക് ഉണ്ടെങ്കിൽ അച്ഛനുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പുള്ളിക്കാരി അമ്മയും കൂടെ ഒരുമിച്ച് കിടക്കുന്നത്. പുള്ളിക്കാരിക്ക് ഒറ്റ അച്ഛൻ വരുന്ന സമയത്താണ് ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അമ്മയും കൂടെ കിടക്കുന്നത്. രണ്ടുപേരുള്ളൂ വീട്ടില്. പുള്ളിക്കാരിക്ക് പേടി ഒറ്റയ്ക്ക് കിടക്കുക. എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ എനിക്കെന്ത് പേടി? പിന്നെ എനിക്ക് എന്റെ വീട്ടോട്ട് കിടക്കാൻ പേടിയൊന്നുമില്ല. വല്ല പ്രേത സിനിമ ഒക്കെ കണ്ടിട്ട് കിടക്കുമ്പോ എനിക്ക് ഇത് ഈ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട്, നിന്റെ ജനെല്ലാം അങ്ങോട്ടേക്ക് നോക്ക്, അവിടെ ഒരു നിഴല് കാണുന്നുണ്ടോ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ ആർക്കായാലും പേടിയാവും. ചുമ്മാ ഈ ഇതിന് പറയുന്നതാണ്. നല്ല പേടിയുള്ള ആളാണ്. നമ്മളിപ്പോ പുറത്ത് കാണുന്ന ഗ്രീഷ്മയ്ക്ക് ഉള്ളിൽ വേറൊരാളുണ്ടെന്ന്. അങ്ങനെ അത്ര വലിയ ധൈര്യശാലി ഒന്നുമല്ല. ഗ്രീഷ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഏറ്റവും പേടിയുള്ള ഒരു കാര്യം എന്താ? എനിക്ക് പേടിയുള്ള കാര്യം, എനിക്ക് പല്ലീനെ ഭയങ്കര പേടിയാ. വേറെ അങ്ങനെ എനിക്ക് കൂടുതൽ പല്ലി, പാറ്റ അങ്ങനത്തെ ജീവികളെ ഭയങ്കര പേടിയാ. പിന്നെന്താ ഹൈറ്റ്, ഒത്തിരി ഹൈറ്റ് അങ്ങനത്തെ പേടിയുണ്ട്. സോഷ്യോഫോബിയ ഉണ്ട്. സോഷ്യോഫോബിയ നല്ല രീതിക്കുണ്ട്. ആളുകളോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പേടി എനിക്കുണ്ട്. ഇത്രയും പോരി ആവശ്യത്തിന് പേടിയായില്ലേ? ഒരു 10 പേരൊക്കെ ഒരുമിച്ചൊക്കെ വന്ന് സംസാരിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ പേടിക്കാം. ആക്ച്വലി നമ്മളിപ്പോൾ ലുലുലാണ് മെയിനായിട്ട് പോകുന്നത്. ആ സമയത്ത് പുള്ളിക്കാർ പരിചയമുള്ള ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കും. അപ്പോൾ ഇവിടെ ഈ എന്താ പോസ്റ്റായിട്ട് അങ്ങ് നിൽക്കും പേടിച്ചിട്ടേ. അവര് ശരിക്കും ജാടയാണ്. സംഭവം പക്ഷേ ഇവർക്ക് പേടിയാവുന്നതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ചെറുപ്പം തുടങ്ങി കൂടുതൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച എൻ്റെ അമ്മയും ഞാനും ആ ഒരു വീട്ടിലിങ്ങനെ ജീവിച്ചിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കുറവാ പുറത്തുനിന്നുള്ള ആളുകളായിട്ട്. ഇപ്പൊ ഈ വീഡിയോസ് ചെയ്തു തുടങ്ങിയ പിന്നെയാണ് ഇങ്ങനെ വേറെ ആളുകളായിട്ട് ഇപ്പൊ ഈ ഇന്റർവ്യൂലൊക്കെ ഇരിക്കുന്നതൊക്കെ എന്തോ പറയുക. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ആൾക്കാരൊക്കെ ഇപ്പൊ ചില ആൾക്കാർ വന്നു മിണ്ടും, ചില ആൾക്കാർ സൈഡിലൊക്കെ നിന്ന് ചിരിക്കും. എനിക്ക് അതൊരു പ്രശ്നം. ഇപ്പൊ നമ്മള് ലുലുലൊക്കെ പോകുമ്പോൾ കൂടുതലും നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് ഈ സ്റ്റെയറിംഗ് എന്ന് പറയുന്നത്. അവരവിടെ നിന്നിട്ട് നമ്മളെ പറ്റി എന്തൊക്കെയോ അവരിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നത് കേൾക്കുന്നത്, അത് എനിക്കൊരു ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്. നമ്മുടെ അടുത്ത് വന്ന് മിണ്ടിയ പിന്നെയും ഞാൻ കുറച്ചൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ, അല്ലാണ്ട് അവിടെ നിന്ന് അവരിങ്ങനെ പറയുമ്പോ എന്നെ പറ്റിയാണല്ലോ പറയുന്നത്, എന്തോ അങ്ങനെ കാണിക്കാറുണ്ട്. കാണിക്കും ഞാൻ ഇടയ്ക്ക്. ഓക്കെ ഓക്കെ. ഇപ്പം ഞാനിങ്ങനെ കണ്ടു, അതായത് ഒരു സമയത്ത് വരെ ഗ്രീഷ്മ ഒറ്റയ്ക്കാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അഖിൽ ചേട്ടനൂടെ വന്നപ്പോ നിങ്ങൾ രണ്ടുപേരുടെ റീസെന്റ് രംഗചേട്ടന്റെ ഒക്കെ ആ വീഡിയോസ് ഒക്കെ ചെയ്തത്. അപ്പം ആക്ടിങ്ങിലേക്ക് മാറിയില്ലെങ്കിൽ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഗ്രീഷ്മയോട് ഇങ്ങനെ വീഡിയോസ് ചെയ്ത് പോവല്ലേ? ഞാൻ സപ്പോർട്ടാണ്. ഞാൻ അല്ലെങ്കിലും മുമ്പൊക്കെ ചെയ്തിട്ടുള്ള പ്രൊമോഷൻ ആയാലും എല്ലാ പരിപാടിക്കും ഞാൻ
കൂടെ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് ആക്ച്വലി എൻഗേജ്മെന്റിന് എന്തെങ്കിലും നല്ലൊരു സംഭവം ചെയ്യണം. സേവ് ദ ഡേറ്റ് ആയിട്ട് നമ്മൾ സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. വെറൈറ്റി ആയിട്ട്, കാരണം പുള്ളിക്കാരിൽ നിന്ന് ഈ റൊമാൻറ്റിക് പരിപാടിയൊന്നും പുള്ളിക്കാരുടെ ഫോളോവേഴ്സ് പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഫണ്ണായിട്ടൊരു സാധനം ചെയ്യുക. അപ്പൊ ആ സമയത്ത് ഈ രംഗ അമ്പാൻ ട്രെൻഡിങ് ആയിരുന്നു, അതങ്ങനെ ചെയ്ത്. പിന്നെ ഇപ്പൊ നമുക്കിപ്പോ ഒരു സേവ് ദ ഡേറ്റിന് ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അത് ട്രെൻഡിങ് അല്ല, നല്ലതല്ല എന്ന് പറഞ്ഞാൽ അത് മാറ്റും. ആ സമയത്ത് എന്താണ് തോന്നുന്നത്? ഞങ്ങൾ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ്. ഇപ്പൊ സേവ് ദ ഡേറ്റ് പരിപാടിയൊക്കെ നന്നായിട്ട് ചെയ്യണം. അതായത് ഇപ്പൊ ഈ ഹൽദി അങ്ങനത്തെ നമ്മുടെ ഡിസ്കഷൻ എല്ലാം അതായിരിക്കും. ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, പുള്ളിക്കാർ ഡിസ്കസ് ചെയ്യുന്ന അവളുടെ പരിപാടിയൊക്കെയാണ്. ഇതാണ് നമ്മുടെ മെയിൻ. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സംസാരിച്ചാലും ഇതൊക്കെ തന്നെ ആയിരിക്കും. കല്യാണം കഴിച്ചതിന് ശേഷം എന്താടാ കൊച്ചിന് എന്താടാ പേര്, ഈ പരിപാടികളൊന്നും നമുക്കില്ല. കൂടുതൽ ഇതൊക്കെ തന്നെ ഡിസ്കഷൻ ഞങ്ങൾക്കിടയിൽ വരുന്നത്. പിന്നെ കല്യാണത്തിന് ഡിസ്കഷൻ എന്ന് വെച്ചാൽ കൂടി പോയി പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് അത് ചിലപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും എഴുത്തും കഥകളും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഇങ്ങനെ പറയാറുണ്ടോ? അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട്. കോണ്ടന്റ് ഐഡിയാസ് വരാറുണ്ട് എനിക്ക്. ഞാൻ ചെയ്തേക്കുന്നതിൽ കുറച്ചൊക്കെ ആക്കി തന്ന ഐഡിയകളുണ്ട്. 1 മില്യൺ അടിച്ചിട്ടുള്ള ചില അത് ഒരു തമ്പായിയുടെ ഒരു വീഡിയോ, അതായത് ചെറുപ്പത്തില് തമ്പായന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു വലുതായി കഴിയുമ്പോ. എന്നിട്ട് വലുതായി കഴിഞ്ഞിട്ട് ആ ഒരു സാധനം. പിന്നെ അമ്മയുടെ കൂടെ ചെയ്തത് അമ്മനെ, അയ്യോ അത് അമ്മയുടെ കൂടെ ചെയ്ത ഏതാണെന്നാ, ഷീലെ. അതായത് ഞാനിങ്ങനെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നെ അമ്മേന്ന് വിളിക്കണ്ട. അപ്പൊ ഞാൻ ഓക്കെ വിളിക്കുന്നില്ല എടി ഷീലെ, അങ്ങനത്തെ ഒരു കണ്ടന്റ് അത് ആക്കി പറഞ്ഞു തന്നാണ്. അങ്ങനെ കുറച്ചുണ്ട്. നമ്മുടെ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ അമ്മ വഴക്കൂടി കഴിഞ്ഞ പിന്നെ ഞാൻ അമ്മ ബിന്ദുന്ന് വിളിക്കുള്ളൂ. അങ്ങനെ അത് ഞാൻ എനിക്കാണെങ്കിൽ ഭയങ്കര രസമായിട്ട് തോന്നുന്നറിയോ, നേരത്തെ എന്ന് വെച്ചാൽ കോണ്ടന്റ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ എടുക്കാൻ. ഇപ്പൊ അഖിൽ ചേട്ടനും കൂടെ കോണ്ടന്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇരയാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് അറിയാം, ഞാൻ വളരെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരു വീഡിയോ ചെയ്തില്ലേ, അതായത് പാർട്ട്ണറിന്റെ സ്മെല്ല് നമ്മുടെ ഷർട്ടേ വരും എന്നുള്ളൊരു സാധനം. അത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീഷ്മ ഭയങ്കര റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങി എന്നുള്ളത് ഞാനത് ഭയങ്കര കാര്യമായിട്ടിരുന്ന് കാണുകയാണ്. അവസാനം ഓ ക്ലൈമാക്സ് ഭയങ്കര എനിക്ക് ചിരി സഹിക്കാൻ വയ്യ. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ആ ഒരു നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല ആ ഒരു ക്ലൈമാക്സ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് പോസ്റ്റ് ചെയ്ത്, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കും. എങ്ങനെ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോശമല്ലെന്ന് വെച്ചിട്ട് ഞാൻ ചോദിക്കും, ഞാൻ അങ്ങനെ ഇടട്ടെ. അപ്പോൾ സത്യം ആ ഡയലോഗ് അതിൽ ഡയലോഗ് വരുന്നത് വെച്ചാൽ മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിലാണ്, അങ്ങനെയാണ് അതിൽ ഡയലോഗ് വരുന്നത്. ഞാൻ ശരിക്കും അങ്ങനെ അല്ലാതെ പ്ലാൻ ചെയ്ത്, ഞാൻ ശിവനേ ജസ്റ്റ് അത്രേ ഉണ്ടായുള്ളൂ. അപ്പം ഞാനിത് ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ നീ അങ്ങനെ പറയണ്ട, നീ ഇങ്ങനെ പറയാന്ന് പറഞ്ഞത് അക്കിയാണ്. നീ എന്തായാലും ശരിയാണ്. ആൾക്കാർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഞാൻ കുളിക്കാത്തവരാണ്. അതൊന്നും ചെയ്ത് കാണിക്കാൻ പറ്റൂ? അയ്യോ ചെയ്താ ശരിയാവൂല. അല്ല എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഈ ഗ്രീഷ്മ ഈ വീഡിയോ ചെയ്യുന്ന സിംഗിൾ ടേക്ക് ഒന്നുമല്ല കേട്ടോ, 10-15 ടേക്ക് കഴിഞ്ഞിട്ടായിരിക്കും അത് ഓക്കെ ആക്കി എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരി അങ്ങനെ ഒരു സോഷ്യൽ എല്ലാരും പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പുള്ളിക്കാരി അമ്മയും അവരാണെങ്കിൽ അവര് സൂപ്പർ കംഫർട്ട്. അതെ അമ്മ, അതെ ആ ഒരു നമുക്ക് ഇപ്പൊ അക്കേന്റെ അടുത്ത് പറയും ഞാൻ വന്ന് ഷൂട്ട് ചെയ്താലേ, ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന പ്രശ്നമില്ല ഞങ്ങളുടെ രണ്ടുപേരുടെ വീഡിയോസ് ആണെങ്കിൽ. പക്ഷെ അമ്മ സമ്മതിക്കില്ല, നമുക്ക് ഞാൻ എടുത്തു കൊടുക്കണം, ഞാനും അമ്മയും മാത്രമേ അവിടെ പാടുള്ളൂ, വേറെ ആരെങ്കിലും. ഇപ്പൊ ആ രംഗ അമ്പാൻ എടുത്ത് പുറത്ത് ഔട്ട്ഡോറാ ചെയ്തപ്പോ ആ സമയത്തൊക്കെ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ടല്ലേ ചെയ്യുന്നത്. അത് മെയിനായിട്ട് ചെയ്യുന്നതല്ല, ആക്ടിങ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പ്രശ്നമില്ല. ഒരു കോസ്റ്റ്യൂം അത്രയും മാലയൊക്കെ ഇട്ടിട്ട് പുറത്തോട്ടുണ്ട്, ആൾക്കാർ ശ്രദ്ധിക്കില്ല, അവിടെ ഒത്തിരി ആളുകൾ തന്നെ സ്ഥലമാണ്. അതിൻ്റെ പിന്നെ ആക്ടിങ് ചെയ്യണമെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കംഫർട്ടബിൾ ആയി വന്നു. അങ്ങനെ നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഫിലിമൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും അപ്പൊ നമ്മളങ്ങനെ ഒതുങ്ങി ചെയ്തിട്ട് കാര്യമില്ലാന്ന് ഇപ്പൊ ഒരു ബോധ്യമുണ്ട്. ഈ ഇത്രയും വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ആക്ടിങ്ങിലേക്കൊക്കെ ഓഫർ ഒക്കെ വന്നിട്ടുണ്ടോ? ചിലത് ഓഡീഷൻസിന് വിളിക്കാറൊക്കെ ഉണ്ട്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. എനിക്കൊന്നും സിനിമയിലൊക്കെ ഗ്രീഷ്മയുടെ ഒക്കെ ആ ഒരു സ്പേസ് അവിടെ കിടപ്പുണ്ട്, തോന്നില്ല. ഇതുവരെ ഒന്നാമത് വീട്ടിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അമ്മയ്ക്കും അങ്ങനെ എന്നെ ഒരു നടിയാക്കണം എന്ന് വലിയ താല്പര്യമില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഇതാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടെങ്കിൽ ചെയ്യും. ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ഒരു കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ടായിരിക്കും ഇതുവരെ അങ്ങനെ എനിക്ക് ചെയ്യണം തോന്നിയിട്ടില്ലേ. അടിപൊളിയല്ലേ അവള്, നല്ല ടാലന്റ് ആണ്. പക്ഷെ മെയിൻ ആയിട്ടുള്ള വിഷയം അവൾക്ക് പേടി ഭയങ്കര പ്രശ്നമാണ്. ആളുകളെ ഫേസ് ചെയ്യുക,
അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പരിചയമില്ലാത്ത ഒരാൾ ഇപ്പം അവൾ കുറച്ചെങ്കിലും കംഫോർട്ട് ആയതുകൊണ്ടാണ് അവൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുമ്മാ താഴേക്ക് നോക്കി ഇങ്ങനെ നോക്കി ഇങ്ങനെയൊക്കെ നോക്കി അവൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇപ്പോൾ കുറച്ച് മാറി വരുന്നുണ്ട്. ആര് വരുന്നു? അപ്പൊ ഞാൻ ഒരു ടാസ്ക് തരട്ടെ അയ്യോ ഗ്രീഷ്മയ്ക്ക്. അതായത് ഇത് ആക്ട് ചെയ്യുന്ന ആളാണ്. അപ്പം ഇങ്ങോട്ടാണ് ആദ്യം ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഗ്രീഷ്മയ്ക്ക് ഒരു ടാസ്ക് തരുവാണ്. അഖിൽ ചേട്ടനെ ഒന്ന് പ്രപ്പോസ് ചെയ്ത് കാണിച്ചു ഗ്രീഷ്മയുടെ ഒരു വീഡിയോയുടെയൊക്കെ ഒരു മൂഡിലൊക്കെ ഒന്ന് കാണിച്ചു തരൂ. അതായത് ഗ്രീഷ്മയുടെ ഒരു ഇതുണ്ടല്ലോ നോർമലി വീഡിയോസ് ഒക്കെ ചെയ്യുന്നൊരു ഇതൊക്കെ ഉണ്ടല്ലോ, അതിലെനിക്ക് അഖിൽ ചേട്ടനെ പ്രപ്പോസ് ചെയ്ത് കാണിച്ചു. അഖിൽ ചേട്ടൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. തമിഴ് ചെയ്യാം, മലയാളത്തിലുണ്ട്, തമിഴ് ചെയ്യാം. തമിഴ് ചെയ്യാം. ഞാൻ തമിഴൊക്കെ പഠിച്ചിട്ടാ വന്നത്. ഹായ് അഖിൽ, ഞാൻ ഗ്രീഷ്മ, ഞാൻ ഇത് ചൊല്ലിയാകണം നോക്കിട്ട് നീ അവളോ അഴക്, ഞാൻ ഇങ്ങ ഇവളോ അഴകാ പാത്രക്ക മാട്ടാങ്കി ആൻഡ് ഐ ലവ് വിത്ത് യു. ഇതൊക്കെ അതെ, ഇതൊക്കെയാണ് എന്റെ പ്രപ്പോസല്. ഓക്കെ, നൈസ് നൈസ്. ഇതോടെ നോക്കട്ടെ.